ഇന്ന് മകരവിളക്ക്. ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് മഹോത്സവം. സന്നിധാനത്തുൾപ്പെടെ മകരവിളക്ക് ദർശിക്കാൻ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് ഉള്ളത്. ക്യൂ മരക്കൂട്ടം വരെ നീണ്ടു. വെർച്വൽ ക്യൂ വഴി ഇന്ന് 40,000 ആളുകൾക്ക് മാത്രമാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് രാവിലെ 11:30 വരെ മാത്രമേ തീർത്ഥാടകരെ കടത്തിവിടൂ. എല്ലാ വ്യൂ പോയിന്റുകളിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനത്തേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ലാഹ സത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. സന്നിധാനത്ത് നിന്ന് അരുൺ പാറയ്ക്കൽ ഉണ്ട് വിവരങ്ങളുമായി. അരുൺ, മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായോ? സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതു തരത്തിലാണ്? ഗോപിക, അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ. പതിനായിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഈ പാണ്ടിത്താവളത്ത് ഉൾപ്പെടെ 10 വ്യൂ പോയിന്റുകളുണ്ട്. ഈ 10 വ്യൂ പോയിന്റുകളിലും പർണശാലയിൽ കിട്ടിയ ആളുകൾ ഈ മകരജ്യോതി ദർശനത്തിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ന് തിരക്ക് ഈ സോപാനത്തേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ, ഇരുമുടിയേന്തി 18-ാം പടി കയറുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ തിരക്കൊന്നുമില്ല. ഇതുവരെ 10,000-ഓളം ആളുകൾ മാത്രമാണ് 18-ാം പടി കയറിയിരിക്കുന്നത്. മണിക്കൂറിൽ 3,000 ആളുകൾ 18-ാം പടി കയറുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായ വിവരം. വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടേക്ക് എത്തിച്ചേർന്ന ജനങ്ങൾ, അതായത് തീർത്ഥാടകർ ഇവിടെ വിരിവെച്ചുകൊണ്ട് പർണശാലകൾ കെട്ടിക്കൊണ്ട് തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സന്നിധാനത്തുൾപ്പെടെ ഈ പാണ്ടിത്താവളത്തും സന്നിധാനത്തുമൊക്കെ ഉൾപ്പെടെ വലിയ തിരക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ആ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മുൻകരുതലാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ കൈക്കൊള്ളുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. എന്തായാലും വൈകുന്നേരം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതോടുകൂടി ഈ ആളുകൾ ഭക്തി നിർഭരമാകും അന്തരീക്ഷം എന്നുള്ളതാണ്. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 2,500 പോലീസുകാരെ നിലവിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ പമ്പയിലും നിലയ്ക്കലുമൊക്കെയായി, പുല്ലുമേടുമൊക്കെയായി 1000-ഓളം പോലീസുകാരെ അധികമായി നിയോഗിച്ചിരിക്കുന്നു. 250 ഉദ്യോഗസ്ഥർ, പോലീസ് ശരി അരുൺ, ഉദ്യോഗസ്ഥർ മകരജ്യോതി ദർശനത്തിന് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ ശക്തമാണ്. അരുൺ പാറയ്ക്കലാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്രത്തിനെതിരെ യോജിച്ച പോരാട്ടത്തിന്റെ സാധ്യത തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാക്കളുമായി ഇന്ന് ചർച്ച നടത്തും. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് ചർച്ച. രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ച. അവസാന പാദത്തിലും കടമെടുക്കാനുള്ള പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു. ഇതോടൊപ്പം ഗ്രാന്റുകളും വിഹിതവും നൽകാതെ തടഞ്ഞുവെക്കുകയും ചെയ്തു. തുടർന്ന് കേന്ദ്രത്തിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചർച്ചാ വിഷയമാകും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര 2ാം ദിനത്തിൽ. യാത്ര ഇംഫാൽ വെസ്റ്റിലെ സെഗ്മയിൽ നിന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കലാപം രൂക്ഷമായിരുന്ന കാങ്പോക്പിയിലും സേനാപതിയിലും പൊതുസമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലാണ് കലാപബാധിത മേഖലകളിലൂടെയുള്ള രാഹുലിന്റെ യാത്ര. സുരക്ഷാ കാരണങ്ങളാൽ മേഖലയിലൂടെയുള്ള പദയാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. വൈകിട്ട് നാഗാലാൻഡിൽ പ്രവേശിക്കുന്ന ന്യായ് യാത്ര ഇന്ന് കൊഹിമയ്ക്ക് സമീപം കുസാമയിൽ സമാപിക്കും. കലാപം തുടരുന്ന മണിപ്പൂരിൽ സന്ദർശനം നടത്താതിരുന്ന പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ ഇന്നും ശക്തമായ പ്രതിഷേധം തുടരും. കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കാസർഗോഡ് RDO ഓഫീസിലേക്കും ആലപ്പുഴ കളക്ടറേറ്റിലേക്കുമാണ് മാർച്ച് നടത്തുക. ബുധനാഴ്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് നൈറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. അതേസമയം രാഹുലിന് ജാമ്യം ലഭിക്കും വരെ പ്രതിഷേധം തുടരാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ കൊച്ചിയിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കും. നാളെയും മറ്റന്നാളുമാണ് കൊച്ചിയിലെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക. നാളെ വൈകിട്ട് റോഡ് ഷോയോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ SPGയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. വാഹനഗതാഗതത്തിൽ നിയന്ത്രണവും ഉണ്ടാകും.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം രൂക്ഷമായി തുടരുന്നു. ശക്തമായ മൂടൽമഞ്ഞ് ട്രെയിൻ, വ്യോമ ഗതാഗതത്തിനു പുറമെ റോഡ് ഗതാഗതത്തെയും സാരമായി ബാധിച്ചു. ദൃശ്യപരിധി പലയിടത്തും 0-ആണ്. കൊടും ശൈത്യത്തിനിടെ ഡൽഹിയിൽ സ്കൂളുകൾ ഇന്ന് തുറക്കും. ഹരിയാനയിൽ ശൈത്യകാല അവധി ഈ മാസം 18 വരെ നീട്ടി. ഡൽഹിയിൽ ശൈത്യത്തോടൊപ്പം വായു മലിനീകരണവും അതിരൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക 500-ന് മുകളിൽ രേഖപ്പെടുത്തി. ഗാസിയാബാദ്, നോയിഡ, ഫരീദാബാദ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ സിവിയർ വിഭാഗത്തിൽ തുടരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും. കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് ഇല്ല. അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. കടലേറ്റം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. സമൃദ്ധിയുടെ വിളംബരമായി തമിഴ്നാട്ടിൽ ഇന്ന് തൈപ്പൊങ്കൽ. കാർഷിക സമൃദ്ധി നൽകിയതിന് സൂര്യദേവന് നന്ദി പറയുന്ന ആചാരമായാണ് തൈപ്പൊങ്കൽ ആഘോഷിക്കുന്നത്. പൊങ്കലിനെ വരവേൽക്കാനുള്ള ആഘോഷങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചുവെങ്കിലും തൈപ്പൊങ്കൽ ദിനത്തിലെ ആചാരങ്ങളാണ് ആകർഷകം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് തമിഴ്നാട്ടുകാർക്ക് പൊങ്കൽ. സൂര്യദേവനുള്ള പൊങ്കൽ സമർപ്പണമാണ് തൈപ്പൊങ്കൽ ദിനത്തിലെ പ്രധാന ചടങ്ങ്. ഇന്നലെ ഭോഗിയായിരുന്നു. വീട്ടിലുള്ള പഴകിയ വസ്തുക്കളെല്ലാം ഒഴിവാക്കി വീടും പരിസരവും ശുദ്ധിയാക്കി വെക്കുന്ന ദിവസം. അതിനുശേഷമാണ് തൈപ്പൊങ്കൽ എത്തുന്നത്. പൊങ്കൽ പാനയെന്ന് വിളിക്കുന്ന മൺകലത്തിൽ അരിയിട്ട് പാലിൽ വേവിക്കും. പാത്രത്തിൽ മഞ്ഞൾ നൂലിൽ കോർത്ത് കെട്ടിവെക്കും. അരി, കരിമ്പ്, പഴം, നാളികേരം എന്നിവ സൂര്യന് സമർപ്പിക്കും. பொங்கல் பானையில் பொங்கல் வச்சு சூரிய பகவானுக்கு நமஸ்காரம் செய்து சாப்பிடுறது தமிழர்களுடைய பண்பாடு. அது காலங்காலமாக தொண்டு தொட்டு வர்றது. அதை யாராலையும் மாற்ற முடியாது. என்ன விசேஷம் எங்கே இருக்கிறோம் பொங்கலுக்கு அவங்களுடைய தகுதிக்கு ஏற்ப ஒரு சின்ன பானையில் இது வெண்பொங்கலோ இல்லை முந்திரி திராட்சை போட்டு பொங்கல் செய்து சூரிய பகவானுக்கு நமஸ்காரம் பண்ணிவிட்டு சாமி கும்பிட்டுட்டு சாப்பிட்டுட்டு அவங்க சொந்த ஊருக்கு போகிறவங்களும் இருக்காங்க. ஊருக்கு போயிட்டு அங்கே கிராமத்துங்களை பொங்கல் வச்சு കുമ്പിടുന്നവങ്ങളും இருக்காங்க. ഭോഗി, തൈപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, കാണും പൊങ്കൽ ഇങ്ങനെയാണ് പൊങ്കലുമായി ബന്ധപ്പെട്ട 4 ദിവസത്തെ ആചാരങ്ങൾ. മാട്ടുപൊങ്കൽ ദിവസമാണ് ജല്ലിക്കെട്ട് നടക്കുക. വർഷം മുഴുവൻ കർഷകരെ സഹായിക്കുന്ന കാലികൾക്കുള്ള ആദരമാണ് ഈ ദിനം. മധുരയിലെ അലങ്കാനല്ലൂർ, പാലമേട് തുടങ്ങിയ പ്രധാന ജല്ലിക്കെട്ട് കേന്ദ്രങ്ങളിലെല്ലാം ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ബന്ധുവീടുകളിലെ സന്ദർശനമാണ് കാണും പൊങ്കൽ. അതോടെ ഈ വർഷത്തെ പൊങ്കൽ ആഘോഷങ്ങൾ സമാപിക്കും. 24 ചെന്നൈ. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ പൊങ്കൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിളവെടുപ്പ് ഉത്സവമായാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിപണിയും സജീവമായി. തമിഴ് വംശജർ തിങ്ങിപ്പാർക്കുന്ന ഇടുക്കിയിലെ തോട്ടമേഖലയിൽ കരിമ്പും കൂരപ്പൂവും നിറഞ്ഞു തുടങ്ങി. ഇനിയുള്ള 3 നാൾ പൊങ്കൽ തിരുവിഴ. ഇന്ന് തൈപ്പൊങ്കൽ, നാളെ മാട്ടുപൊങ്കൽ, അവസാനമാണ് കാണും പൊങ്കൽ. പൊങ്കലിനെ വരവേറ്റ് ലയങ്ങളും വീടുകളും അണിഞ്ഞൊരുങ്ങി നിൽപ്പാണ്. தமிழர்களுக்கு காப்பு கட்டு தான் ஒரு பிரதானப்பட்ட இது. இந்த காப்பு கட்டு கட்டினா எங்கள் எல்லாரும் நல்ல ஒரு திருவிழாவை நல்ல ஆഘോഷமாக കൊണ്ടാടുவோம். കൾച്ചറൽ പ്രോഗ്രാമാണ് ഈ തൈ മാസം എന്ന് പറയുന്നത്. ഈ തമിഴ്നാട്ടിലാണെങ്കിൽ അടിയിൽ ഈ വിത്തിട്ടിട്ട് നമുക്ക് തൈയിൽ കൊയ്ത്ത് നെയ്തിട്ട് അങ്ങനെ ഒരു പൊങ്കൽ, അങ്ങനെ ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ്. തമിഴ്നാട്ടിൽ ചിന്നമണൂർ ഭാഗത്ത് നിന്ന് കയറ്റിക്കൊണ്ട് വന്ന സാധനമാണ് മൊത്തം. തമിഴ്നാട്ടിൽ കിട്ടത്തുള്ളൂ, ഇവിടെ കിട്ടാൻ പാടില്ല. ഇപ്പോൾ വന്നിട്ട് നല്ല ഒരു രീതിയിൽ വ്യാപാരം നടന്നിട്ട്. കാർഷിക വിളവെടുപ്പിന്റെ സമൃദ്ധിയും സന്തോഷവും പങ്കുവെക്കുന്നതാണ് ആദ്യ ദിനം. കൃഷിയിടങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തും. മാട്ടുപൊങ്കൽ ദിവസം കന്നുകാലികളെ കുളിപ്പിച്ച് പൂമാല അണിയിക്കും. 2ാം പൊങ്കൽ അവർക്കു കൂടി വേണ്ടിയാണ്. കാണും പൊങ്കൽ കാഴ്ചയുടെ ആഘോഷമാണ്. തമിഴ് രുചി നിറഞ്ഞ സദ്യയ്ക്ക് ശേഷം ബന്ധുവീടുകൾ സന്ദർശിക്കുന്ന ദിവസം. தைப்பொங்கல் தைன்னு வந்துட்டுனாலே தை பிறந்தால் வழி பிறக்கும் அப்படிங்கிற ஒரு நல்ல காரியத்துக்கு தான் இந்த தைப்பொங்கல் வச்சு கொண்டாடுறது. நமக்கு நம்மளுடைய மக்கள் எஸ்டேட்டில் உள்ளவங்க மஞ்சக்கிழங்கு, கரும்பு,
கண்ணு புழை இதுகளெல்லாம் வைக்கிறது தீய சக்தி அழிக்கிறதுக்கு தான். அதனால் நல்லதே நடக்கும், நல்லதே இருக்கணும். മൂന്നാർ, പീരുമേട്, കമ്പംമേട്, കുമളി മേഖലകളിലാണ് പൊങ്കലാഘോഷം പ്രധാനമായും നടക്കുന്നത്. 24 ഇടുക്കി. മകരവിളക്കും പൊങ്കലും പ്രമാണിച്ച് സംസ്ഥാനത്ത് 6 ജില്ലകൾക്ക് ഇന്ന് അവധി. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട്, പത്തനംതിട്ട ജില്ലകൾക്കാണ് അവധി. ഈ ജില്ലകളിലെ KSEB ഓഫീസുകളും പ്രവർത്തിക്കില്ല. കേരള സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സംസ്ഥാനത്തെ പാലങ്ങൾ ദീപാലങ്കൃതമാകുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് ഫറോക്ക് പാലത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പുതുമോടിയിൽ മനോഹരമായ പാലം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ചാലിയാറിന് കുറുകെയുള്ള ഫറോക്ക് പഴയ പാലത്തിന് ചരിത്രപരമായ വിശേഷണങ്ങൾ ഏറെയുണ്ട്. ആ പട്ടികയിലേക്ക് ഒന്നുകൂടി. വിദേശ മാതൃകയിൽ പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്ന പദ്ധതിയിൽ സംസ്ഥാനത്ത് ആദ്യം ഇടം പിടിച്ചതും ഈ പാലം തന്നെ. മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ദീപാലങ്കൃത പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ഉത്സവാന്തരീക്ഷത്തിൽ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ മന്ത്രി പാലത്തിലൂടെ. നിരവധി പേരാണ് പാലത്തിലെ പുതുകാഴ്ച കാണാനെത്തിയത്. മാത്രമല്ല, പാലത്തിന്റെ ഭംഗിക്കൊപ്പം സെൽഫി എടുക്കാനും ഒരിടമുണ്ട്. സംസ്ഥാന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1.65 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. പാലത്തിൽ അപകടങ്ങൾ കുറയ്ക്കാനും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വലിയ വണ്ടി ഇവിടെ തട്ടലൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ ഇപ്പോൾ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രത്യേക ഒരു അലാറവും മറ്റും ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തു. റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി. പിന്നെ വാഹനക്കുരുക്ക്, ഗതാഗതക്കുരുക്ക് ഒരു വലിയ പ്രശ്നം അവിടെ. അത് ഇവിടെ മാത്രമല്ല, മൊത്തം അത് പരിഹരിക്കുമ്പോൾ ചെറുവണ്ണൂർ ഒരു മേൽപ്പാലം വരാൻ പോകുന്നു. പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്നതിലൂടെ ടൂറിസം സാധ്യത കൂടി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. 24 കോഴിക്കോട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയത്തെ ട്രാവൻകൂർ സിമന്റ്സിന്റെ ഭൂമി വിൽക്കാൻ ഗൾഫ് പത്രത്തിൽ പരസ്യം നൽകി മാനേജ്മെന്റ്. ശമ്പളം ഉൾപ്പെടെ മുടങ്ങിയ പശ്ചാത്തലത്തിലാണ് എറണാകുളം കാക്കനാട്ടെ ഭൂമി വിൽക്കാൻ ആഗോള ടെൻഡർ വിളിച്ചത്. 33 കോടി രൂപയുടെ കടബാധ്യതയാണ് കമ്പനിക്ക് ഉള്ളത്. കാക്കനാട് വാഴക്കാലയിലുള്ള 2.79 ഏക്കർ ഭൂമി വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥലം വിറ്റ് ബാധ്യത തീർക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചെങ്കിലും വാങ്ങാൻ ആരും തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിദേശ മലയാളികളെയും റിയൽ എസ്റ്റേറ്റ് കമ്പനികളെയും ലക്ഷ്യമിട്ട് ഗൾഫ് പത്രത്തിൽ പരസ്യം നൽകിയത്. പാട്ടക്കുടിശ്ശിക, നികുതി കുടിശ്ശിക, വിരമിച്ച ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യം എന്നിവയടക്കം 33 കോടിയോളം രൂപയുടെ ബാധ്യതയാണുള്ളത്. അതേസമയം സർക്കാർ സഹായം നൽകി ഭൂമി നിലനിർത്തണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സാഹചര്യം കമ്പനിയുടെ മുന്നോട്ടുള്ള ദൈനംദിന പ്രവർത്തനത്തിൽ പോലും നിലനിന്നിരിക്കുന്നൊരവസ്ഥയാണ്. കാരണം ഗവൺമെന്റിന് സഹായം കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ചെയർമാൻ, MD, ട്രേഡ് യൂണിയന്റെ മറ്റു ഉൾപ്പെടെയുള്ള ഭാരവാഹികളെല്ലാം മന്ത്രിയെ പോയി കാണുകയും ചെയ്തപ്പോൾ നിങ്ങൾ സ്ഥലം വിറ്റിട്ട് വാ, അതും വിറ്റ് ബാധ്യത തീർക്കും, എന്നിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ട്രേഡ് യൂണിയനാണെങ്കിൽ പോലും. 1946 നിലവിൽ വന്ന ട്രാവൻകൂർ സിമന്റ്സ് വൈറ്റ് സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയായിരുന്നു. 2000 വരെ ലാഭത്തിലായിരുന്ന സ്ഥാപനം ഫർണസ് ഓയിൽ വിലയും വൈദ്യുതി നിരക്കും വർദ്ധിച്ചതോടെയാണ് പ്രതിസന്ധിയിലായത്. വൻകിട കമ്പനികളുടെ വിപണി പ്രവേശനവും ബാധിച്ചു. വൈറ്റ് സിമന്റ് ഉൽപ്പാദനത്തിനുള്ള വെള്ള ക്ലിങ്കർ ഇറക്കുമതി ചെയ്യുന്നതും നഷ്ടത്തിന് വഴിതെളിച്ചു. 24 കോട്ടയം. ആദായനികുതി വകുപ്പിനെ കൂടുതൽ ജനകീയമാക്കാൻ ഉദ്യോഗസ്ഥർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. ആദായനികുതിയെക്കുറിച്ചും വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ എറണാകുളം ചെല്ലാനത്തെ പുത്തൻകോട് സർക്കാർ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ചെല്ലാനം പുത്തൻതോട് സർക്കാർ ഹൈസ്കൂളിലേക്ക് ഇൻകം ടാക്സ് വാഹനങ്ങൾ പാഞ്ഞെത്തി. അധ്യാപകരുടെയും കുട്ടികളുടെയും കണ്ണുകളിൽ അമ്പരപ്പ്. ആശ്വാസത്തിന് വഴിമാറിയത് പെട്ടെന്നായിരുന്നു. കൊച്ചി ഇൻകം ടാക്സ് TDS വിഭാഗത്തിലെ 24 ഉദ്യോഗസ്ഥർ ഈ സ്കൂളിലേക്ക് വരാനൊരു കാരണമുണ്ട്.
സാധാരണ നിങ്ങൾ നോക്കിയിട്ട് ഈ സ്കൂൾ സിലബസിലൊക്കെ ഇൻകം ടാക്സിനെ കുറിച്ചും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷനെ കുറിച്ചും ടാക്സ് അഡ്മിനിസ്ട്രേഷൻ അതിനെക്കുറിച്ചൊന്നും എന്താ പറയുന്നത് കൂടുതൽ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനും അറിയാനും അതിനുള്ളൊരു സ്കോപ്പില്ല. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ കൂടെ ഞങ്ങൾ എന്താ ഫ്യൂച്ചർ ടാക്സ് പേയേഴ്സ് സിറ്റിസൺസ് ഞങ്ങളിങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും അവെയർനെസ്, ബേസിക്കലി ടാക്സ് അവെയർനെസ്സും പിന്നെ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമാണ് ഞങ്ങളിന്നിവിടെ ചെയ്യുന്നത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വരവിൽ കുട്ടികളും ഹാപ്പി, അധ്യാപകരും ഹാപ്പി. 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ ഏതാണ്ട് 100 കുട്ടികളെ വെച്ചിട്ടാണ് ഇന്ന് അവരൊരു പ്രോഗ്രാം നടത്തിയത്. കുട്ടികൾ വിവിധങ്ങളായ കലാപരിപാടികളും അതുപോലെ തന്നെ രചനാ മത്സരങ്ങളും, ചിത്രരചന അതുപോലെ കഥാരചന, രചനാ മത്സരങ്ങളിലുമൊക്കെ പങ്കെടുത്തു. നടത്തുന്ന മത്സരങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു പ്രതിഭയെ തെളിയിക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളായിരുന്നു. അവരുടെ ഒരു ചിന്താശേഷിയൊക്കെ ഉണർത്താൻ കഴിയുന്ന രീതിയിലുള്ള അങ്ങനത്തെ മത്സരങ്ങളൊക്കെ നടത്തി അങ്ങനെ പ്രതിഭകളെയൊക്കെ കണ്ടെത്തി. ഏതായാലും കുട്ടികൾ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ഇന്ന് വളരെ ഹാപ്പി ആയിരുന്നു. എന്താണ് ഇൻകം ടാക്സ്? എന്തിനാണ് ഇൻകം ടാക്സ്? ഓരോ വിവരവും ഉദ്യോഗസ്ഥർ അധ്യാപകരെ പോലെ കുട്ടികൾക്ക് പകർന്നു നൽകി. ടാക്സ് എന്ന് പറഞ്ഞിട്ട് പിടിക്കും. ആ കാശായിരിക്കും ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയത് ഗവൺമെന്റ്. മനസ്സിലായോ? ആ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലേ സർ? അങ്ങനെ ടാക്സ് ഒക്കെ പിടിച്ച് ഗവൺമെന്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഇത്ര രസകരമായ മത്സരങ്ങൾ ഒരുക്കി തന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും അധ്യാപകരുടെ പേരിലും വിദ്യാർത്ഥിയുടെ പേരിലും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നല്ലൊരു എൻ്റർടൈനിങ് കിട്ടി. കാരണം സാധാരണ ദിവസങ്ങളിൽ നമ്മൾ വന്നതിനേക്കാളും കുറച്ചും കൂടി കുറച്ച് ഗെയിംസും എല്ലാം കൂടി ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് വരാൻ വേണ്ടി കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സമ്മാനത്തിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, അത് ആർക്കാണ് കിട്ടണമെന്നുള്ളതിൻ്റെ ഒരു ഇത്. പിന്നെ ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റി ഇന്നത്തെ ദിവസം. സ്കൂളിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളും നൽകിയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. കൊച്ചിയിൽ നിന്നും VS രാഹുലിനൊപ്പം അശ്വിൻ പാലാഴി, 24. കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അപേക്ഷകരിലേക്ക് എത്തിക്കാനും സംശയങ്ങൾ പരിഹരിക്കുകയുമാണ് ലക്ഷ്യം. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ. വടക്കൻ അതിർത്തിയിലുണ്ടായ ഹിസ്ബുള്ള ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രായേലിന്റെ ആക്രമണം. അതിനിടെ 3 ഇസ്രായേലി ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു. ബന്ദികളുടെ വിധിയെക്കുറിച്ച് നാളെ അറിയിക്കാം എന്ന വീഡിയോ സന്ദേശവും പുറത്തുവിട്ടു. യുദ്ധം 100 ദിവസം പിന്നിട്ടപ്പോഴാണ് ഹമാസിന്റെ വീഡിയോ സന്ദേശം പുറത്തുവന്നത്. ബന്ദികളുടെ മോചനത്തിനായി ശ്രമം തുടരുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഗസയിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നും ചർച്ചകൾക്കായി നിർബന്ധിതരായിരിക്കുകയാണ് എന്നും ഹിസ്ബുള്ള നേതാവ് നസറുള്ള പറഞ്ഞു. ഗസയിൽ ഈജിപ്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ 3 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗസയിൽ മരണസംഖ്യ 23,968. ആകാശ എയർ മാർച്ചിൽ സൗദിയിലേക്ക് സർവീസ് ആരംഭിക്കും. ജിദ്ദ, റിയാദ്, ദമാം വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസ് ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യയിലെ പുതിയ ബജറ്റ് വിമാന കമ്പനിയായ ആകാശ എയർ 3 മാസത്തിനുള്ളിൽ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. സൗദിയിൽ ജിദ്ദ, റിയാദ്, ദമാം നഗരങ്ങളിലേക്കാണ് സർവീസ് നടത്തുക. ഇതിൽ ജിദ്ദ, ദമാം സ്ലോട്ടുകൾ ലഭിച്ചതായി സൗദിയിലെ ജനറൽ സെയിൽസ് ഏജന്റ് അൽമഹ യുണൈറ്റഡ് അറിയിച്ചു. റിയാദ് സ്ലോട്ട് ഈ ആഴ്ച തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, മുംബൈ, ഡൽഹി തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസ് ഉണ്ടാകും. സൗദിയിൽ നിന്ന് ഒരു ബജറ്റ് എയർലൈൻ കൂടി കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് സാധാരണക്കാരായ യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ. കുവൈറ്റ് സിറ്റി, ദോഹ തുടങ്ങി ഗൾഫിലെ മറ്റു നഗരങ്ങളിലേക്കും മാർച്ച് അവസാനത്തോടെ സർവീസ് ആരംഭിക്കും. 2022 ഓഗസ്റ്റിലാണ് ആകാശ എയർ സർവീസ് ആരംഭിച്ചത്. 22 വിമാനങ്ങൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ബോയിംഗ് 737 മാക്സ് സീരീസിൽപ്പെട്ട 76 വിമാനങ്ങൾക്ക് കൂടി കമ്പനി ഓർഡർ നൽകിയിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ.
കോഴിക്കോട് ഗോകുലം മാളിന്റെ 3ാം വാർഷികാഘോഷം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ MK മുനീർ MLA മുഖ്യപ്രഭാഷണം നടത്തി. മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, ഗോകുലം ഹോട്ടൽ ഗ്രൂപ്പ് CGM ജയറാം രാമൻ, ഗോകുലം ഗലേറിയ ജനറൽ മാനേജർ KN രജനി, കൗൺസിലർ രജനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ആധുനിക സംസ്കാരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ട്രാൻസ്പോർട്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മോളും അതിലൊന്നാണെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും എപ്പോൾ ഉണ്ടായിരിക്കണം. ഒരു തവണയെങ്കിലും വിക്കിപീഡിയ ഉപയോഗിക്കാത്ത ആരും നമുക്കിടയിൽ ഉണ്ടാകാൻ ഇടയില്ല. ഇന്റർനെറ്റിൽ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന വിക്കിപീഡിയയുടെ 23ാം ജന്മദിനമാണ് ഇന്ന്. ജന്മദിനം ആഘോഷിക്കുന്ന വിക്കിപീഡിയയുടെ കഥ കാണാം. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ 7ാമത്തെ വെബ്സൈറ്റാണ് വിക്കിപീഡിയ. സ്വതന്ത്രവും സൗജന്യവുമായി ആർക്കും ഉപയോഗിക്കാവുന്ന, എല്ലാ ഭാഷകളിലും സ്വതന്ത്രവും സമ്പൂർണവുമായ വിജ്ഞാനകോശം നിർമ്മിക്കാനുള്ള കൂട്ടായ്മയാണ് വിക്കിപീഡിയയുടെ നിർമ്മിതിക്ക് കാരണമായത്. വിക്കിപീഡിയയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും നമ്മുടെ അടുത്തുള്ള വിവരങ്ങൾ വിക്കിപീഡിയയിലേക്ക് ചേർക്കാനും കഴിയും. ജിമ്മി വെയിൽസ്, ലാറി സാംഗർ എന്നിവർ ചേർന്ന് 2001 ജനുവരി 15-നാണ് വിക്കിപീഡിയയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ആദ്യം ആവിഷ്കരിച്ചത് അതത് വിഷയങ്ങളിലെ പ്രമുഖരുടെ ലേഖനം ഉൾപ്പെടുത്തി ന്യൂപീഡിയയായിരുന്നു. പിന്നീട് ന്യൂപീഡിയയെ സഹായിക്കാനായി പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കി വിക്കിപീഡിയ സ്ഥാപിച്ചു. എന്നാൽ ന്യൂപീഡിയയേക്കാൾ ജനങ്ങളെ ആകർഷിച്ചത് വിക്കിപീഡിയയായിരുന്നു. വിക്കിമീഡിയ ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് 2003 മുതൽ വിക്കിപീഡിയയുടെ പ്രവർത്തനം. ആർക്കും എഡിറ്റ് ചെയ്യാമെന്നതിനാൽ വിക്കിപീഡിയയുടെ വിശ്വാസ്യത പലതവണ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2024 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം 326 ഭാഷകളിലായി 6,23,00,000-ലധികം ലേഖനങ്ങളാണ് വിക്കിപീഡിയയിലുള്ളത്. ഇതിൽ 67 ലക്ഷം ലേഖനങ്ങളും ഇംഗ്ലീഷ് ഭാഷയിലാണ്. റിസർച്ച് ഡെസ്ക് 24. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.